വിട്ടത് ചേർക്കാം. സബുൽ മൂബിഖാത്ത്. 1. അള്ളാഹുവിനോട് പങ്ക് ചേർക്കുക. 2. സെഹർ മാരണം ചെയ്യുക. 3. കൊല്ലൽ ഹറാമാക്കിയ ശരീരത്തെ ഹക്ക് കൂടാതെ കൊല്ലുക. 4. പലിശ തിന്നുക. 5. അനാഥകളുടെ ധനം ഭക്ഷിക്കുക. 6. ഘോരസമരത്തിൽ നിന്ന് പിന്മാറുക, അതായത് യുദ്ധത്തിൽ നിന്ന് പിന്മാറുക. 7. സജ്ജനങ്ങളായ സത്യവിശ്വാസികൾ വ്യഭിചാര ആരോപണം നടത്തുക. ശരിക്ക് ശരി നൽകാം. 1. കഴിവുള്ളവരെ എല്ലാവരും. ഓപ്ഷൻ ഇഷ്ടപ്പെടും, വെറുക്കും. ഉത്തരം വെറുക്കും. 2. വിനയമുള്ളവരെ എല്ലാവരും. ഓപ്ഷൻ അകറ്റി നിർത്തും, ഇഷ്ടപ്പെടും. ഉത്തരം ഇഷ്ടപ്പെടും. 3. മൂസാ നബിയുടെ ജനതയിൽ അതിസമ്പന്നൻ ആയിരുന്നു. ഓപ്ഷൻ ഫിർഔൻ, ഖാറൂൻ. ഉത്തരം ഖാറൂൻ. 4. എല്ലാവരും നന്നാവണം എന്നാണ് ഓപ്ഷൻ മനുഷ്യർ ചിന്തിക്കുക, നല്ലവർ ചിന്തിക്കുക. ഉത്തരം നല്ലവർ ചിന്തിക്കുക. 5. ബുദ്ധിയെ നശിപ്പിക്കുന്നതാണ്. ഓപ്ഷൻ കളവ്, ലഹരി. ഉത്തരം ലഹരി. 6. അൽ ഖംറു മിഫ്താഹു. ഓപ്ഷൻ കുല്ലു ഗൈബ്, കുല്ലു ഷർ. ഉത്തരം കുല്ലു ഷർ. 7. ധൂർത്ത് പോലെ ഒഴിവാക്കേണ്ട സ്വഭാവമാണ്. ഓപ്ഷൻ മിതത്വം, പിശുക്കുക. 7. ധൂർത്ത് പോലെ ഒഴിവാക്കേണ്ട സ്വഭാവമാണ്. ഓപ്ഷൻ മിതത്വം, പിശുക്ക്. ഉത്തരം പിശുക്ക്. 2 വീതം എഴുതാം. 1. അഹങ്കാരത്തിന്റെ ലക്ഷണങ്ങൾ. വലിയവനാണെന്ന് നടിച്ചു ഗമയിൽ നടക്കുക, മറ്റുള്ളവരെ നിസാരമായി കാണുക. 2. അക്രമത്തിൽ പെട്ട കാര്യങ്ങൾ. 1. മറ്റുള്ളവരെ ശാരീരിക ഉപദ്രവം ചെയ്യുക, അവരുടെ ധനത്തിൽ കൈകടത്തുക. 3. നാം മിതത്വം പാലിക്കേണ്ട കാര്യങ്ങൾ. 1. ഭക്ഷണം, വസ്ത്രം. പൂർത്തിയാക്കാം. 1. ലാ യദ്ഖുലുൽ ജന്ന അഹദുൻ ഫീ ഖൽബിഹി മിസ്ഖാലു ഹബ്ബത്തിൻ മിൻ ഹർദലിൻ മിൻ കിബ്ർ. 2. ഇയ്യാകും വൽ ഹസദ ഫഇന്നൽ ഹസദ യഅകുലുൽ ഹസനാതി കമാ തഅകുലുൻ നാറുൽ ഹതബ്. 3. മനസ്സിലുള്ള ദുഷിച്ച ചിന്ത മനസ്സിനെ മലീമസമാക്കും, ശരീരത്തെ തളർത്തും. 4. മദ്യപാനിയുടെ ഇഹലോകത്തെ ശിക്ഷ 40 അടിയാണ്. 5. തൈനത്തുൽ ഖബാൽ നരകവാസികളുടെ ശരീരത്തിൽ നിന്നും വെന്ത് ഒഴുകുന്ന ദുർജലമാണ്. 6. വിരുന്നുകാർക്ക് പ്രത്യേക പരിഗണന ലഭിക്കുന്നത് 3 ദിവസമാണ്. ഉത്തരം എഴുതാം. 1. ജീവനുള്ള മൃതദേഹങ്ങൾ ആണെന്ന് ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ആരെ സംബന്ധിച്ചാണ്? നന്മ ഉപദേശിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നവർ. 2. നരകത്തിലെ തീക്കനൽ ആണോ നിങ്ങൾ കയ്യിൽ അണിയുന്നത്? ഇത് ആരെക്കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഉത്തരം കയ്യിൽ സ്വർണ്ണമോതിരം അണിഞ്ഞ ആളോട്. 3.
മുറിവുള്ള വിരലിന്റെ പ്രയാസത്തിൽ ശരീരം പങ്കുചേരുന്നത് എങ്ങനെ? രാത്രി ഉറക്കം വരില്ല. ഈ രീതിയിൽ. 4. ചെറുസംഘം ആർക്കാണ് സലാം പറയേണ്ടത്? വലിയ സംഘത്തോട്. 5. രോഗികളെ സന്ദർശിക്കുമ്പോൾ പറയാറുണ്ടായിരുന്നു ഒരു ആശ്വാസ വാക്ക് എന്തായിരുന്നു? 5. രോഗികളെ സന്ദർശിക്കുമ്പോൾ പറയാറുണ്ടായിരുന്നു 5. രോഗികളെ സന്ദർശിക്കുമ്പോൾ പറയാറുണ്ടായിരുന്ന ഒരു ആശ്വാസ വാക്ക് എന്തായിരുന്നു? ലാ ബഅസ തഹൂറൻ ഇൻഷാ അല്ലാഹ്. പൂരിപ്പിക്കാം. 1. ഉമ്മയുടെ കാൽക്കീഴിലുള്ള സ്വർഗം നമുക്ക് കിട്ടണമെങ്കിൽ ഉമ്മയുടെ ഇഷ്ടം സമ്പാദിക്കണം. 2. നമ്മുടെ ഉപ്പയും ഉമ്മയുമായി രക്തബന്ധമുള്ളവരാണ് കുടുംബക്കാർ. 3. ലാ യദ്ഖുലുൽ ജന്ന മൻ ലാ യഅ്മൻ ജാറുഹു ബവാഇഖഹ്.